നീ എന്റെ പഴം ചവിട്ടി പിതുക്കരുത്. എടി ചാന്തേ, ഇങ്ങോട്ട് വാടി. നമ്മുടെ മോളും മരുമോനും ഊട്ടിക്ക് പോയിരിക്കുന്നു, ഹണിമൂണിൽ. അതിന് നിങ്ങൾ എന്തിനാ എങ്ങനെയായിരുന്നു തൊള്ള തുറക്കുന്നേ? മോൻ ഫോൺ ചെയ്തപ്പോ കേട്ടതല്ലേ? നീ അപ്പൊ ശരിക്കും കേട്ടിട്ടുണ്ടാവില്ല. ഇപ്പൊ കല്യാണം കഴിക്കണ ഏത് തെണ്ടി ഹണിമൂണിന് പോണത് ഊട്ടിയിലോട്ടാണ്. പക്ഷെ ഞാൻ എന്റെ മോളെ ആഫ്രിക്കയിലോട്ടാണ് ഹണിമൂണിന് അയക്കാൻ പോണത്. എന്റെ ചെവിക്ക് ഒരു കുഴപ്പമില്ല, പതുക്കെ പറഞ്ഞാൽ മതി. ഞാൻ നിന്റെ കൂടെ അല്ലടേ പറഞ്ഞു. കേട്ടല്ലോ, ഇപ്പൊ മതിയായല്ലോ. എന്തിന്? ഊട്ടി. എന്തിനേ ഭരണി പൊക്കിക്കൊണ്ടുവരണത്? അവൾക്ക് മാങ്ങ അച്ചാർ വലിയ ഇഷ്ടമാണ്. അവിടെ ഒരു മാങ്ങ അച്ചാർ. അവളുടെ അടുക്കളയിൽ 24 കൂട്ടം അച്ചാർ കാണും. എന്നാലും ഒരെന്നാലും ഇല്ല. അവൾക്ക് അവിടെ പരമ സുഖമാണ്, ഒരു കുറവും വരില്ലടി. എന്റെ അച്ഛൻ മാട്ടുപ്പെട്ടി മഹാദേവനോടുള്ള വാശി ഇന്നു മുതൽ ഞാൻ ആരംഭിക്കുകയാണ്. മനസ്സിലായില്ലേ? ആദ്യത്തെ ലോഡിറക്കാൻ പോവാണെന്ന്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വരുന്നുണ്ട്. ലോഡെങ്ങോട്ടാ? മാട്ടുപ്പെട്ടി മഹാദേവന്റെ വീട്ടിലോട്ട്. മാട്ടുപ്പെട്ടി മഹാദേവൻ. എന്താ ഇടപാടിത്? ഞാനല്ല. എല്ലാം ഒരേ നിറവും തലയിൽ കിട്ടും. ബാലേഷാ, അയ്യോ ആള് മാറിപ്പോയി. ആരുടെ? ആളെ മനസ്സിലായില്ല, പോയെന്നാ തോന്നും. രക്ഷപ്പെട്ട് ബാലേഷ, നീ? അതെ, ആള് മാറിപ്പോയിട്ടില്ല. ചുവന്ന ഷർട്ട്, കള്ളിമുണ്ട്, തലേക്കെട്ട്. കണ്ടാൽ അറിഞ്ഞൂടെ ഞാൻ വെറും കൂലിയാണെന്ന്. കൂലിക്കാരനോ? ഇന്നുവരെ അങ്ങനെ അല്ലായിരുന്നു. നിങ്ങളെ മോളെ കെട്ടിയതുകൊണ്ട് അങ്ങനെയായി മാറേണ്ടി വന്നു. അച്ഛനെ അറിയിക്കാതെ പെണ്ണ് കെട്ടിയ കുറ്റത്തിന് എന്നെ വീട്ടിൽ കയറ്റില്ല. അതെനിക്കൊരു വാശിയായി. ആ നിമിഷം ഞാൻ പ്രഖ്യാപിച്ചു, എന്റെ അച്ഛൻ മഹാദേവനെ പരസ്യമായി നാറ്റിക്കുമെന്ന്. അതിന് ഞാൻ കണ്ടെത്തിയ മാർഗമാണ് ഈ കൂലിവേഷം. ഞങ്ങൾ എവിടെയാ താമസിക്കുന്നത് അറിയാവോ? ചേരിയില്, ചേരിയില്. മോനെ, എനിക്ക് എന്റെ മോക്കും വേണ്ടി നീ അനുഭവിക്കണം ത്യാഗങ്ങൾ. നീ വലിയവനാടാ, വലിയവൻ. ഇനി എന്തിനാണ് ചെയ്യേണ്ടത് എനിക്കറിയാം. ഞാൻ ക്വാരിയിട്ട വെള്ളം ഞാൻ തന്നെ ത്യാഗിക്കളയാം. ഞങ്ങളെ അച്ഛന്റെ വീട്ടിലേക്ക് താമസിക്കാൻ ക്ഷണിക്കുകയാണല്ലേ? അതിന് മാത്രം അച്ഛൻ എന്നെ നിർബന്ധിക്കരുത്. ശരി, അങ്ങനെ അങ്ങോട്ട് നിർബന്ധിക്കുകയാണ്. അച്ഛാ, 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 അച്ഛനെന്താ ഒന്നും മിണ്ടാത്തത്? പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഞങ്ങൾ കൂടെ വരാൻ തയ്യാർ. മഹാദേവന്റെ വീട്ടിലോട്ട് പോട്ട്. അയ്യോ, അയ്യോ, മഹാദേവന്റെ വീട്ടിലോട്ടാ? എന്റെ വീട് പണക്കാരൻ തന്നെ. ആരാ? ഞാനാ. ഞാനെന്ന് പറഞ്ഞ അറിഞ്ഞൂടെ? ഞാൻ കുബേര, കുമാർ കുബേര. ഇരുന്നാട്ടെ. ഇരിക്കാം. ഒരു തരത്തിൽ പറഞ്ഞ ഞാനും താനും തന്തമാര്. താൻ തന്റെ മോന്റെ തന്ത, ഞാൻ എന്റെ മോടെ തന്ത. ഈയിടെ തന്റെ മോൻ ഒരു പെണ്ണിനെയും കെട്ടിക്കൊണ്ട് ഇവിടെ വന്നു. താൻ അവരെ പള്ളു വിളിച്ച് പുറത്താക്കി. ശരി എന്നെ. ഇനി തുറന്നങ്ങോട്ട് പറയാം, എന്റെ മോളെയാണ് തന്റെ മോൻ കെട്ടിയിരിക്കണത്. കയറ്റി ഇരുത്തിട്ട് ഇറങ്ങിപ്പോവാൻ പറയില്ല. നമുക്കെല്ലാം പറഞ്ഞു ഒതുക്കാം. ഞാൻ തയ്യാറല്ല. ഇല്ലെങ്കിൽ തന്റെ മോൻ മുഴുനീള കൂലിയായി പോകും. ഓട്ടടോ. എന്നാലും മാട്ടുപ്പെട്ടി മഹാദേവന് ഈ നാട്ടിലൊരു വിലയുണ്ട്. വിലയിടിയാൻ തന്റെ മോൻ കെട്ടിയിരിക്കുന്നത് ഒരു പിച്ചക്കാരന്റെ മോളയല്ല, എന്റെ മോളയാണ്. കുബേര അണ്ടി കമ്പനി, കുബേര കേറ്റിയർ കമ്പനി, കുബേര ജൗളിക്കട, കുബേര ബ്ലേഡ് കമ്പനി, ഇതിന്റെയൊക്കെ മുതലാളിയാണ് ഞാൻ. സ്വർണത്തിന് ഇത്തിപ്പൂരം വില കുറഞ്ഞെങ്കിലും ഞാൻ 250 പവൻ കൊടുത്തു. ഇനിയും വേണോ തരാം. സ്ത്രീയനം വേണോ അതും തരാം. പക്ഷെ ഞാൻ പോലീസിന്റെ പറയൂല. മകന്റെ അച്ചു വീട്ടിൽ നിന്ന് കൊണ്ടിരുന്ന സമ്പാദ്യം കൊണ്ട് തിന്നു കഴിയേണ്ട ഗതികേട് മഹാദേവനില്ല. സ്വത്തും പണവും ഞാൻ പ്രശ്നമാക്കിയിട്ടില്ല. അവൻ കെട്ടുന്ന പെണ്ണിന് തറവാടിത്തം, അന്തസ്, അഭിജാത്യം, ഇത് മൂന്നും വേണം. ആ മൂന്നെണ്ണം എനിക്ക് കൊണ്ടുപോവാ. ഇല്ല, നിങ്ങൾക്കതില്ല. ഉണ്ടായിരുന്നെങ്കിൽ ചെറുക്കന്റെ വീട്ടുകാരുമായിട്ടൊന്ന് ആലോചിച്ചേനെ. ചെറുക്കന്റെ തന്ത മരിച്ചിട്ടില്ലല്ലോ. ഇല്ല, എന്റെ അനുവാദമില്ലാതെ നടന്ന ഈ വിവാഹം അംഗീകരിക്കാൻ ഈ മാട്ടുപ്പെട്ടി മഹാദേവൻ അത്ര വിശാല മനസ്കനൊന്നുമല്ല. ഒരേ ഒരു മോനല്ലേ ഉള്ളൂ. ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. എനിക്കൊരു മകനുണ്ടായിരുന്നു.
അവൻ മരിച്ചിട്ട് ഒരാഴ്ചയായി. അയ്യോ നാക്കി കുരുവരണ വർത്താനൊന്നും പറയല്ലേ. ഇറങ്ങി പോട വെളിയിൽ. താൻ മാട്ടുപ്പെട്ടി മഹാദേവനല്ല, മാട്ടുതൊട്ടി മഹാദേവൻ. ഇറങ്ങി പോട പുറത്ത്. ഓടേ മാട്ടുപട്ടി. വണ്ടി എന്താ ഇത്? കൊറേ നേരായാലും എന്നെ പിടിച്ചിവിടെ നിർത്തിയിട്ട് എന്താ കാര്യം? അത് അച്ഛനോടുള്ള പ്രതികാരം തീർക്കാൻ പോയിട്ട് വന്നപ്പോ തുടങ്ങിയതാണല്ലോ ഈ ടെൻഷൻ. എന്താ വല്ലൊരു കളിയാക്കിയോ? കാണും കാണും. മഹാനായ മഹാദേവന്റെ ഒരേ ഒരു മോനല്ലേ കൂലിപ്പണിക്ക് ഇറങ്ങിയത്. കളിയാക്കാണ്ടിരിക്കോ? ലക്ഷ്മി, ഇപ്പോ പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ എന്നൊരവസ്ഥയിലാണ് ഞാൻ. എന്നാ പറ. നീ മാട്ടുപ്പെട്ടി മഹാദേവന്റെ മോനല്ല ആണോ? അല്ല. അല്ല എന്ന് പറയാൻ എന്തിരിത്ര കുമ്മിട്ടം? കായ ഉണ്ടായ ശേഷം ആദ്യമായിട്ടാണ് എന്റെ മാനം കിടന്നത്. അതിന്റെ മനോഷവും തീർക്കാൻ രണ്ടാണോ അടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു മാനെ പറ്റി എന്തെങ്കിലും സ്നേഹമോ ദൈവം ഉണ്ടായിരുന്നെ അയാൾ എന്റെ കൂടി വർത്തമാനം പറയാമായിരുന്നോ? അപ്പൊ ഒന്നും അറിഞ്ഞില്ലല്ലേ? വെറും വൃത്തിയിട്ട മനുഷ്യൻ. നിന്റെ തന്റെയായതുകൊണ്ട് പറയല്ല. വെറും തറ തൊട്ടി ഒരു കൾച്ചറും ഇല്ലാത്ത തെണ്ടി. അയക്ക് പഠിപ്പില്ലടേ. അച്ഛാ നീയൊന്നും പറയണ്ട. എന്തിനാണ് എടുക്കുള്ള വെച്ച് എടുത്തോണ്ട് വാ, നമുക്ക് വീട്ടിൽ പോവാം. അത് തന്നെ ഞാനും പറഞ്ഞത്. നീ എളുപ്പം പോയി പെട്ടി ശരിയാക്ക്. എന്റെ ഷർട്ടെല്ലാം എടുത്ത് വെക്കണേ. നിന്റെ ഷർട്ട് എന്തിനാണ് എടുക്കണത്? ഞാൻ എവിടെ മാത്രമേ കൊണ്ടുപോകുള്ളൂ. അച്ഛാ. കൊച്ച നീ പ്രതികാരം ചെയ്യേ, ജേരി താമസിക്കുക, ചുമട് എടുക്കുക, എന്തൊരു പുല്ലുള്ളിലും ചെയ്. പക്ഷെ എന്റെ മോളെ ഈ ഓലക്കുരയിലിട്ട് നരവിപ്പിക്കാൻ ഞാൻ വിട്ടുതരൂല. നീ നിന്റെ തന്തയാനെ തൊപ്പിച്ചിട്ട് അയളുമായിട്ട് എന്റെ വീട്ടിൽ വാ. അപ്പൊ ഞാൻ മോളെ തരാം. ഞാൻ വരില്ല. അതുവരെ ഞാനിവിടെ കഴിഞ്ഞോളാം. നീ വരും. ഞാൻ വരില്ല. അവള് കുബേരയുടെ മോളാണ് എന്റെ കൂടെ വരും. എടേ അവന്റെ അച്ഛനെ ആട്ടി പുറത്താക്കിയപ്പോ ഞാൻ തീരുമാനിച്ചാണ് നീ മഹാദേവന്റെ മോനായതുകൊണ്ടാണ് എന്റെ മോളെ തന്നത്. ഇനി നീ മഹാദേവന്റെ മോനായിട്ട് വാ. വെട്ടിറേ വരൂല്ല. ആടി എടി വരെ. ഇല്ല ബാലേട്ടാ, എന്നെ പറഞ്ഞയക്കില്ല ബാലേട്ടാ. ഇല്ല ബാലേട്ടാ. നേരത്താണ് അവക്ക് ഭർത്താവും കൂടി ഒരു സ്നേഹം. ബാലേട്ടാ, എന്നെ കൊണ്ടുപോകണം പറ. വണ്ടി കുഞ്ഞിക്കുഞ്ഞ് എല്ലാം ശരിയായി. എന്ത്? ഇനി ഇങ്ങനെ ഒളിച്ചും പാറ്റ് നടന്ന് കട്ടി ഇനി ഒന്നും വേണ്ട. നേരെ കൊണ്ടുവരാൻ പോയിക്കൊല്ലോ. ഇയാൾക്ക് എന്താ വട്ട് പിടിച്ച? എനിക്ക് വട്ട് അച്ഛനെന്തിനാ? ഭാര്യ വെട്ടി പോയി. അമ്മയുടെ വീട്ടിലോ? കുഞ്ഞിന്റെ ഭാര്യ വെട്ടി. കുഞ്ഞിനെ ഭാര്യ ഒന്ന് കാണണമെന്ന് കൊച്ചമ്മ, കാണണ്ടാന്ന് മൊയിലാളി. ആകെ ജഗപുക. അവസാനം ഒരു ഒത്തീർപ്പിലെത്തി രണ്ടാളും കൂടെ കൊച്ചിന്റെ ഭാര്യയെ വിളിച്ചോണ്ട് വരാൻ വേണ്ടി പോയില്ല. അവർ പോയിട്ട് ഇപ്പൊ എത്ര നേരമായി? അരമണിക്കൂറായി. ഉണ്ണികൃഷ്ണ നീ വണ്ടി കയറേ. നിർത്തി വെക്കണ്ട. അവരിപ്പൊ എത്തും. സന്തോഷം. പുള്ളിക്കാരി പോകേണ്ടില്ലേ? ഈശ്വര രക്ഷപ്പെട്ടു. നിന്റെ അച്ഛൻ ഇവിടെ എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇനിയിപ്പോ എല്ലാം തുറന്നു പറഞ്ഞില്ലെങ്കിൽ ആകെ പുലിവാലാവും. നീ വാ. ഇല്ലേ എങ്ങോട്ടേറി പോണത്? അല്ല ലക്ഷ്മി. ആദ്യ ലക്ഷ്മി ആദ്യം നിന്റെ ഈ മുഖംമൂടി വലിച്ചെറി. മുഖം മൂടിയാ? വാ. ഞാൻ എല്ലാം പറയാം. വേണ്ട, നീ ഒന്നും പറയണ്ട. നീ ആ മാധവനെ വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു. ചതിയായിരുന്നു എനിക്കറിയാം. അറിയാമല്ലേ? ഇപ്പൊ എല്ലാം മനസ്സിലായല്ലേ? ഇനി ഈ കൂലി വേഷം വേണ്ട. ആ മാധവൻ ഇവിടെ വന്നിരുന്നു. എന്തിനു ഞെട്ടിയത്? സത്യം ലക്ഷ്മിയെ വിളിച്ചോണ്ട് പോവുകയും ചെയ്തു. നല്ല മനുഷ്യൻ, എന്തൊരു സ്നേഹം. ആ നല്ല മനുഷ്യൻ എപ്പോഴാ വന്നത്? ഒരു അരമണിക്കൂറായി കണില്ലേ? ആ നല്ല മനുഷ്യൻ എങ്ങോട്ടാ പോയത്? വീട്ടിലോട്ട്. ഉണ്ണികൃഷ്ണ വണ്ടിയുണ്ട്. മോനെ നീ മിടുക്കനാണ്, മിടുമിടുക്കൻ. സ്വന്തം അച്ഛനെ എല്ലേടി മുട്ടൂത്തി കളഞ്ഞത് തന്നെ തന്നെ.